അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്ന് അറിയാം. എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട്. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ആ സങ്കടത്തെ മാനിക്കണം. പക്ഷേ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സിനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് കണ്ണീ കാണുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞത് മോശമായിപ്പോയി, നിനക്കെന്താണ് അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടാനായിട്ട് നീ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. നമസ്കാരം. അങ്ങനെ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ എങ്ങോട്ടാണ് ഈ വീഡിയോയുടെ പോക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് സുനിത വില്യംസ് അവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളവിടെ വേണം ബഹിരാകാശത്ത്. അതിന് ആരാണ് നോക്കി നടക്കുന്ന സമയത്താണ് അതാ പെട്ടെന്ന് നമ്മുടെ കഥാനായകൻ പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ സ്വന്തം സുജോ, നമ്മുടെ സ്വന്തം സിജോ ആണെന്ന്. ബഹിരാകാശത്തേക്ക് ഓൾറെഡി പോയി, ബാലാമണി പോയി, സിജോ പറന്ന് പോയി. പാപം, ഇനി എന്നാണാവോ തിരിച്ചു വരവ്? വിഷയം നിങ്ങൾ അറിഞ്ഞോ? അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. അറിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതായത് ഉപ്പും മുളകും ലൈറ്റ് വിഷയം 2 ദിവസമായിട്ട് നടക്കുന്നുണ്ടല്ലോ. എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ആ വീഡിയോ കണ്ടവരനായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോയ്ക്കും വരുന്നത് കേട്ടോ. ക്വിക്കായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞതിൽ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ശരി തന്നെയാണ്. പക്ഷെ ഞാനതിൽ അവരങ്ങനെ മോശമാക്കി പറഞ്ഞിരുന്നില്ല ആദ്യത്തെ വീഡിയോയിൽ കേട്ടോ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. പേഴ്സണലായിട്ട് വെക്കണ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം, പുറത്തേക്ക് കൊണ്ടുവരരുത്. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ അവരുടെ കേസും അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് വിഷമം തോന്നിപ്പോയ ഒരു കാര്യം പറയപ്പോൾ ഓക്കെ. നമ്മുടെ ടെമ്പോ കളയുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയം സിജോ ആണ് കേട്ടോ. സിജോ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ടായി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ വളരെ നല്ല ഉപദേശമാണ്. $1 million അഡ്വൈസാണ് സിജോൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അതായത് വിലമതിക്കാനാവാത്ത അത്ര അധികം വളരെ വിലമതിക്കാനാവാത്ത ഒരു അഡ്വൈസാണ് സിജോ തന്നിട്ടുള്ളത്. അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, സിജോ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഇത് കണ്ടിട്ടൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞിട്ട് പോയിട്ട് ഒക്കെ വേണം ചെയ്യണം. വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് പറയുന്ന സമയത്താണ് ഏകദേശം 2 വർഷം മുന്നേ, അതായത് ഇന്നത്തെ സിജോ അല്ല അന്നത്തെ സിജോയ്ക്ക് ഇടയ്ക്ക് ചില എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ആ പാവത്തിന് ഓർമ്മ നശിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ മറന്നു. കാരണം പണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റിയാക്ഷൻ വീഡിയോക്കാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? സിജോ, ബഹുമാനപ്പെട്ട സിജോയ്ക്ക് നമുക്ക് തരാനുള്ള ഇന്നത്തെ ഉപദേശമുണ്ട്. ആ ഉപദേശം കേട്ടതിന് ശേഷം പണ്ടത്തെ സിജോയ്ക്ക്, പണ്ട് വേറെ ഏതോ ഒരു സിജോയ്ക്ക് എന്തോ പറയാനുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഈ വായി തോന്നിയത് എവിടത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിളിച്ച് പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം. എനിവേ, ഈ പെൺകുട്ടി ഒളിച്ചോടി പോയപ്പോഴത്തേക്കും എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലിയും കിട്ടും. സത്യം പറഞ്ഞാൽ സിജോ ഉദ്ദേശിച്ചിട്ടുള്ള അനന്തൂനെയാണ് കാര്യമായിട്ട് ഉദ്ദേശിച്ചുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കും കൂടി കൊടുത്തിട്ടായിരിക്കണം പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്ന് അറിയാം. എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അവരെ വിളിച്ചിട്ട് എന്താണ് സംഭവം ഞാൻ അന്വേഷിച്ചു. അതാണല്ലോ മര്യാദ. കാരണം ഈ പുറത്ത് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ചുമ്മാ തോന്നുന്നത് പറയുന്നതോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ ഫാമിലിയിൽ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു മകളെ നീ ഒളിച്ചൂട്ടി പൊക്കോടി എന്നിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കത്തില്ല. വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിലാണ് അവിടെ നമ്മുടെ സിജോ തമ്പുരാൻ സംസാരിച്ചിരിക്കുന്നത്. സിജോ തമ്പുരാൻ പറഞ്ഞത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എന്താണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ട്, അതായത് ഡിറ്റക്റ്റീവ് ഏജൻസി പോലെയൊക്കെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പോയിട്ട് ഇവിടെ അതൊന്നും നല്ല പരിപാടി. അത് പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അതല്ല. 2 വർഷം മുന്നേ പാവട്ടോ, സത്യം പറഞ്ഞ സഹതാപം തോന്നുന്ന സുഹൃത്തെ നിന്നോട്, നിൻ്റെ ഒരു അവസ്ഥ സീരിയസ്ലി. പോട്ടെ, എവിടെ എത്തിയാവോ ബഹിരാകാശത്ത്? എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേൾക്കാം. ഇതേ സിജോ ഇതേ ഫാമിലിയുടെ വിഷയത്തിൽ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുള്ള ശകലങ്ങൾ.
അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 10-14 ലക്ഷം വ്യൂസ് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ചാനലില് ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് ഒരു അച്ഛന്റെ അമ്മയുടെ സങ്കടമാണ്. ഇപ്പൊ ഒരു മോള് ഒളിച്ചോടി പോവുക എന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പൊ ആ സങ്കടത്തെ മാനിക്കണം. പക്ഷെ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സിനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് അതെന്താണ് അങ്ങനെ പറ്റാത്തത്? പണ്ട് പറ്റുണ്ടാവില്ലേ? 2 കൊല്ലം മുന്നത്തെ അവസ്ഥയിലല്ലോ ഇപ്പോൾ. പണ്ട് പറ്റില്ല. കണ്ണീ കാണുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞത് മോശമായി പോയി, നിനക്ക് എന്താണ് അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടാനായിട്ട് നീ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവര് ഒരു ഫാമിലി വ്ലോഗ് അവരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചുകൂവി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം. പ്രതികരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, അഭിപ്രായം പറയാം. ആ അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അപ്പൊ ആ അഭിപ്രായം തന്നെയല്ലേ ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുള്ളത്. ചോറ് തന്നെയല്ലേ പറഞ്ഞത്. അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ എങ്ങനെ ഒരു സംഗതി വരും എന്നുള്ളത്. കഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ആർക്കും സംഭവിക്കാം. ആരും ഇവിടെ അതിൽ പടച്ചോനൊന്നല്ല, ആരും റിയാക്ഷൻ വീഡിയോസിൽ വലിയ ആളെന്നല്ല, ആരും തെറ്റുപറ്റാത്ത സംഭവം എന്നല്ല. ഇതൊക്കെ സംഭവിക്കും. മറ്റേ ഷാറുഖ് ഖാൻ മറ്റേ ദുൽവാലെ ദുൽഹൻ ले जाएंगे पर हमारी എന്താണ് ബड़ी बड़ी देशों में छोटी छोटी गलतियां हो जाती है. ചെറിയ തെറ്റുകളൊക്കെ പറ്റും. പോട്ടെ, ക്ഷമിക്ക്. പഴയ റിയാക്ഷൻകാരനല്ലല്ലോ, പുതിയ ആൾക്കാരല്ലേ. ക്ഷമി പ്ലീസ്. ഈ പെൺകുട്ടി ഒളിച്ചോടി പോകാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് ഞാൻ വിളിച്ചു ചോദിക്കാൻ അന്ന് ടെലിഫോണില്ലായിരുന്നു. അന്ന് പഴയ കാലമായിരുന്നു, കത്തെഴുതി ചോദിക്കണമായിരുന്നു, അപ്പോഴേക്ക് പരിപാടി തീരും. അന്ന് ടെലിഫോണില്ല. ഈ സിജോ വീഡിയോ ചെയ്യുന്ന കാലത്ത് ടെലിഫോൺ നിലവിൽ വന്നിട്ടില്ല. വിളിച്ചു ചോദിക്കാൻ മാർഗമില്ല. പിന്നെ സിജോ എങ്ങനെ വിളിക്കും? ഇന്നല്ലേ ഫോണുള്ളൂ. ഇന്നത്തെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കയ്യിലല്ലേ മൊബൈലുള്ളൂ. നിങ്ങൾ സിജോയെ കുറ്റം പറയരുത്. സിജോയെ കുറ്റം പറയണമെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, തമാശക്ക് കൂട്ടോ, എനിക്കത് താല്പര്യമില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഏറ്റവും വെറുപ്പുള്ള ഒരു വ്യക്തി എന്റെ ലൈഫില് ഞാൻ ആ മുഖഭാവം ദയവേത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ, ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ഇന്ന് നടന്നതിൻ്റെ ഇതിലേറെ വലിയൊരു വിഷയം ആ കുടുംബത്തിൽ നടന്നു. ഓക്കെ, ആ വിഷയം അന്ന് വളരെ വിഷമത്തോടു കൂടി ആ അച്ഛനും വന്ന് പറയുന്ന സമയത്ത് ഈ മാന്യൻ്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കണം. പി പട്ടിപ്പുച്ഛം ഒന്നും കൂടി കേൾക്കണം. ജീവിതത്തിന്റെ ഏറ്റവും വെറുപ്പുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടില് എന്റെ ലൈഫില് ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന 2 വ്യക്തികളുള്ള ഒരു വ്യക്തിയാണ് അവൻ. അത്രയും വിഷമത്തോടു കൂടി അവർ പറഞ്ഞൊരു സാധനം, എന്താ പറയുക, അതീവ പട്ടിപ്പുച്ഛത്തോടു കൂടി സാറ് അന്ന് അവതരിപ്പിച്ചിരുന്നു അല്ലേ. പോട്ടെ, ഒരു തെറ്റൊക്കെ ഏത് പോത്ത് വ്യാപാരിക്കും പറ്റും. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. നാളെ എനിക്കും പറ്റാം. അപ്പോൾ നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷേ ഒരുമാതിരി ആക്കരുത് സാർ. റിയാക്ഷൻ വീഡിയോസൊക്കെ എല്ലാവരും ചെയ്യട്ടെ, എല്ലാവരും വരും. നിങ്ങൾ പഴയ ആൾക്കാരാണ്, പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. പുതിയ ആൾക്കാർ വരും. നാളെ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴേക്ക് പുതിയ പയ്യന്മാർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് വരും. അപ്പോൾ അവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടത്. എന്തെങ്കിലും സംഗതിയൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് പഴയതൊക്കെ ഇതേമാതിരി കാര്യം കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അന്തസ്സായിട്ടാണ് പോവും. നമ്മൾ അന്തസ്സായിട്ട് ബഹിരാകാശത്തേക്കാണ് പോവും. എല്ലാവരും പോവും. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ അനന്തൂനായിട്ടുള്ള സിജോൻ്റെ വിഷയമാണ്. അല്ല, സിജോൻ്റെ വിഷയമല്ല. ഞാനിപ്പോൾ ഇന്ന് ഹെലനോസ് പാട്ടേനെ പറഞ്ഞ വഴിയാണ്. പണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള സാധനം അവിടുന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെയാണോ? അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇതും സിജോ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം. സിജോ ഒരു സ്പോർട്സ്മാനാണ്. സിജോ നമ്മൾ വിചാരിച്ച പോലെയല്ല. സിജോ ഒരു കാരണമില്ലാണ്ട് മുഖം അടിച്ച് കാരണം പൊളിച്ചിട്ടുള്ള റോക്കിനോട് വരെ ആ നിമിഷം ക്ഷമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സിജോ. ഞാൻ ആ കാര്യത്തിൽ സിജോനെ അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. സോപ്പിടണല്ലോ അവസാനമാകുമ്പോൾ സിജോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ്. മറക്കരുത്, ആശാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അല്ല, പറയാൻ കാരണം വെച്ചാൽ അന്ന് ഒരുപാട് സിജോനെ സപ്പോർട്ട് ചെയ്തതാണ്. അത് വേറെ വിഷയം, എന്നാലും ഞാൻ കൂട്ടത്തിൽ പറയണം. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ക്ഷമിച്ച സിജോക്ക് ഇതൊന്നൊരു വിഷയമില്ല. ഓക്കെ, സീരിയസ്ലി അതിപ്പോൾ എന്തിനാണ് ഇവിടെ പറഞ്ഞു വയ്ക്കില്ലേ എന്നിട്ട് ഇന്നസെൻ്റ് ചോദിച്ചാൽ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു എളിയ വീഡിയോ വെക്കണം എന്ന് വിചാരിച്ചു.
ഒരു പുതുതലമുറയിലെ റിയാക്ഷൻ, പുതുതലമുറയില്ല തന്തയക്കണു വേറെ കഥ, പുതിയ തലമുറ പുതിയ രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ രോദനമായി ദയവ് ചെയ്ത് കണക്കാക്കുക. അതുകൊണ്ടാണ് പഴയ സാധനം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത്. പോട്ടെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.